ദൈവ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ. 2025 സുഖ ദുഃഖ സമ്മിശ്രമായ അതിന്റെ എല്ലാ അനുഭവങ്ങളോടും കൂടി നമ്മെ വിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത, പുതുവത്സരത്തിന്റെ പുത്തൻ പ്രഭാതത്തിലേക്ക് നാം കാൽച്ചുവട് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ പറയാനുള്ളത് വളരെ പരിമിതമായ വാക്കിൽ ഞാനിപ്പോൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കൺവെൻഷനുകൾ പല സ്ഥലങ്ങളായി നടക്കുന്നു. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഈ പാവപ്പെട്ടവനായ ഞാൻ പറയുന്ന ഈ വാക്കുകളെ കേൾക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഒരു വസ്തുത എനിക്കറിയാം, ഞാൻ പറയുന്ന ഈ വാക്കുകൾ ദൈവത്തിന്റെ വചനമാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പെസഹയുടെ പിറ്റേ ദിവസം അന്നേ അവർ ദേശത്തെ വിളവുകൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. പെസഹയുടെ പിറ്റേ ദിവസം അന്നേ അവർ ദേശത്തെ വിളവുകൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി അവർ ചുറ്റിത്തിരികയായിരുന്നു. 40 വർഷക്കാലത്തെ നീണ്ട അവരുടെ യാത്ര, മരുയാത്ര, എത്രയെത്ര ഓർമ്മകൾ അവരുടെ മനോമണ്ഡലത്തിൽ ഇവിടെ ഉണർന്നു വരുന്നുണ്ട്. ഈ 40 വർഷത്തെ യാത്ര ചെങ്കടൽ കടന്നു മുതൽ ഏതെല്ലാം നിലയിലുള്ള പ്രതിസന്ധികൾ അവർ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ ഇപ്പോഴാകട്ടെ ദൈവം അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് അവർ പ്രവേശിച്ചിരിക്കുന്നു. ഈ വാഗ്ദത്ത ദേശത്ത് എത്തിയ അവർക്കിനിയും ഒരിക്കലും അവരുടെ കൂടാരം മാറ്റി അടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രവാസ ദേശത്തുനിന്ന് മരുയാത്രയിൽ നിന്ന് അവർ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും അവർക്കൊരിക്കലും അഗ്നിസർപ്പങ്ങളെ ഭയപ്പെടേണ്ട. ഇനി ഒരിക്കലും അവർക്ക് അമാലേഖരുടെ ആക്രമണത്തെ ഭയപ്പെടേണ്ട. മരുഭൂമിയുടെ ചൂടിനെയോ മരുഭൂമിയുടെ ഭീകരതയോ അവർക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യകതയും ഇനി അവിടെ വരുന്നില്ല. ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവർ വിശ്വാസത്തിന്റെ കാൽച്ചുവട് വെച്ചു. ആ ദേശത്ത് ദൈവം വിളയിച്ച അവിടുത്തെ വിശിഷ്ടമാകുന്ന വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും അന്ന് അവർക്ക് ഭക്ഷിപ്പാൻ ദൈവം ഇടയാക്കി. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലൽ തിങ്ങിയ ഈ ജീവിതയാത്ര ഒരു വിശ്രാമത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. ആ വിശ്രാമത്തിലേക്ക് അവർ വന്നെത്തിയപ്പോൾ പിന്തിരിഞ്ഞു നോക്കി തങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ അനുഭവങ്ങളെയും പ്രയാസങ്ങളെയും പിറുപിറുപ്പിനെയും ബന്ധനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സങ്കടങ്ങളെയും എല്ലാം അവരെ അയവിറക്കി. അങ്ങനെ അയവിറക്കിയിട്ട് അവർക്കൊരു വസ്തുത മനസ്സിലായി: ദൈവം അവരെ വിശ്രാമ ദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. ഇസ്രായേലിന് ദൈവം നൽകിയ ആ സ്വസ്ഥത താൽക്കാലികവും വളരെ പരിമിതവും ഉള്ളതായിരുന്നു. അത് എർത്തിലിയായിരുന്നു, ഭൗതികമായിരുന്നു. എന്നാൽ കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് ലഭിച്ച സ്വസ്ഥത നമുക്ക് നിത്യമായ സമാധാനമാണ്. പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. വാസ്തവത്തില് ആ വലിയ സ്വസ്ഥതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയതുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ തുടരുവാനായിട്ട് സാധിക്കും. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞ ആ ദൈവഭക്തന്മാരായ ആളുകൾ, മരുഭൂമിയിൽ വെച്ച് തന്നെ പട്ടുപോയ അനേക ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. അവർ ദൈവസനില് ശത്രുവിന്റെ മീതെ ജയം പ്രാപിച്ചവരായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. നമ്മെ വിട്ടുപിരിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. അവർ അവിടെ ദൈവത്തിന് പാടുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിലുള്ള ആ സ്വർഗീയമായ സംസർഗത്തിൽ അവരിപ്പോൾ ആയിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഭൂമിയിലായിരിക്കുന്ന നമുക്കും വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിലനിൽക്കുന്ന ഈ അതുല്യമായിരുന്ന അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളോട് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പാടി ആനന്ദിച്ചും സന്തോഷിച്ചും കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര പ്രത്യാശയുടെ തുറമുഖത്തെ നോക്കി നമുക്ക് പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് വയ്ക്കാം. 2025 പിറകോട്ട് നോക്കുമ്പോൾ മാനസികമായി സമ്മർദ്ദപ്പെട്ട, ബുദ്ധിമുട്ടിയ, അപലപിക്കപ്പെട്ട, ദുഃഖിതരായി തീർന്ന, സങ്കടപ്പെട്ട, കണ്ണീരൊഴുക്കേണ്ടി വന്ന
പല അപൂർവ നിമിഷങ്ങളും ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പല ആളുകൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അവയെല്ലാം മറന്നിട്ട് നമ്മോട് വാഗ്ദാനം ചെയ്ത നമ്മുടെ നല്ല കർത്താവ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ നല്ല മോമെന്റിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഡിസംബർ 30 ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 പുത്തൻ പുലരിയിലേക്ക് ഞാൻ നിങ്ങളും വിശ്വാസത്തിന്റെ കാൽച്ചുവൽ വയ്ക്കും. വാസ്തവത്തിൽ ഈ ആണ്ടിൽ, അതായത് 2026 കർത്താവ് നമ്മെ അനുവദിക്കുന്നു എങ്കിൽ ഈ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണമാകുന്ന സ്വർഗീയ മന്ന കൊണ്ട് ദൈവം മരുഭൂമിയിൽ തന്റെ ജനത്തെ പോഷിപ്പിച്ചതായും വായിക്കുന്നത്. ആ സ്വർഗീയ മന്നയുടെ ആത്മിക അനുഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന അനവധിയാകുന്ന നന്മകൾ, ക്രിസ്തുവിൽ ഉള്ള സമ്പന്നതകൾ. അത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര കർത്താവായ യേശു ക്രിസ്തു സമർപ്പിച്ചേൽപ്പിച്ച് കൃപയാൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുൻപോട്ട് നീങ്ങാം. 2026 ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. എന്നാൽ ഒന്ന് നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഇമ്മാനുവേലായി, ദൈവം നമ്മോട് കൂടെ, നമ്മുടെ യഹോവ ഷമ്മായി, നമ്മുടെ കമ്പാനിയനായി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പുഴുവായ യാക്കോവേ, നീ ഭയപ്പെടേണ്ട. നീ തീയിൽ കൂടി കിടന്നാൽ നീ വെന്തുപോകുകയില്ല, നീ നദിയിൽ കൂടി കിടന്നാൽ അത് നിന്നെ മുങ്ങുമാറാക്കുകയില്ല എന്നുള്ള ചെയ്ത കർത്താവിന്റെ വിലയേറിയ വാഗ്ദത്തം ഈ 2026 ആരംഭം മുതൽ അതിന്റെ അവസാനം വരെയും നമ്മെ പിന്തുടരട്ടെ എന്ന് ദൈവസ്ഥനിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ബലഹീനായ എളിയവനും കുടുംബമായി ദൈവം സഹായിച്ചു. ഞാൻ ഓർത്തുപോകുകയായിരുന്നു, ഈ 2025 ജനുവരി മുതൽ 2025 ഡിസംബർ 30 വരെയുള്ള ഈ ദിവസങ്ങളുടെ ഇടവേളകളിൽ ഏതാണ്ട് 204 കവലകളിൽ പല സ്ഥലങ്ങളിലായി നിന്ന് ലജ്ജ കൂടാതെ യേശു ക്രിസ്തുവിനെ അറിയിക്കുവാൻ ദൈവം പാവപ്പെട്ടവനായ എളിയവനും കൃപ നൽകി. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കർത്താവ് എന്റെ രക്ഷിതാവാണെന്നും എന്റെ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവാണെന്നും ലജ്ജ കൂടാതെ പരസ്യ കവലയിലെങ്കിലും പറയാൻ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ, അല്ലെ അതിനായി പ്രയോജനപ്പെടുത്തിയല്ലോ എന്നുള്ള ഓർത്ത്, ഇതിനൊന്നും അർഹതയില്ലായിരുന്ന എന്നെ ദൈവം ആ നില ഉപയോഗിച്ചല്ലോ എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുടുംബമായി ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ ദൈവമക്കൾക്കും നന്ദി പറയുന്നു. കൈത്താങ്ങലിൽ നൽകിയിട്ടുള്ളവർക്കായി നന്ദി പറയുന്നു. അവസരങ്ങൾ വേണ്ടത്ര നിലയിൽ ലഭിക്കാത്തതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും നിലയിൽ അങ്ങനെയുള്ള സ്നേഹവായ്പകൾ ചെയ്യാൻ കഴിയാതെ പോയ പലരുണ്ടാവാം. പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്തല്ലോ. നിങ്ങളോടെല്ലാവരോടും ഞങ്ങൾ കടംപെട്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു. 2026 ദൈവം നമുക്ക് അനുവദിച്ചാൽ നമുക്ക് ഒന്നിച്ച് വിശ്വാസത്തിന്റെ കാഴ്ചകളിൽ വെച്ച് കർത്താവിന് മുന്നേറാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് സമയത്തും സംഭവിക്കും. നമ്മളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷ നിറപടിയായി തുടർന്ന് നിവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുകയും നമുക്ക് ആവശ്യമായ സ്വർഗീയ കൃപയും അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഐശ്വര്യവും അനുഗ്രഹവും രോഗവിമുക്തമായതും പ്രത്യാശയും ശുഭതയുമുള്ള ഒരു അനുഗ്രഹീതമായ 2026 ആശംസിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ എളിയ വേലക്കാരായ സുവിശേഷകൻ ടൈറ്റസും ബിയനയും ഫ്രം ഇടയാറുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.